ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇവിടെ ചെന്നൈയിൽ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ചൂട് കൂടുതലാണ് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയാം. എന്തായാലും ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ നമ്മളത് സഹിക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളിലേക്ക് കിടക്കുവാണ് കേട്ടോ ഞാൻ. ഇന്നലെ രാത്രി ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ആയപ്പോഴേക്കും ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന പയർ എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ തന്നെ കേട്ടോ കിട്ടാറ്. അത് പയറിൻ്റെ പ്രത്യേകതയാണോ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ജിഞ്ചർ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ചതച്ചതാട്ടോ. ചെറുപയറിലേക്ക് ഇഞ്ചിയൊന്നും ചേർക്കണില്ല. അപ്പോൾ ഒരു സോസ് പാനിൽ ഒരു മഗ് വെള്ളം ഇതിൽ ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും. ഒരു മുക്കാലാകുമ്പോഴേക്കും ഞാൻ ഓഫാക്കും. ചെറിയ ചൂട്ടിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്തൊക്കെ കഴിക്കാറുണ്ട്. ചിലപ്പോൾ പ്ലെയിനായിട്ട് തന്നെ അതങ്ങനെ കുടിക്കും. അത് രാവിലെ കുടിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഞാനങ്ങനെ അതായത് നമ്മൾ വെറും വയറ്റിൽ വേറെ ഒരു ഗ്ലാസ് വെള്ളം എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കും. അതല്ലാതെ എന്തെങ്കിലും കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് തന്നെയാട്ടോ കുടിക്കാറ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് ഡൈജഷനൊക്കെ നന്നായിട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ചെറുപയർ വേവിക്കാൻ വെക്കാം നമുക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവോള, ഒരു സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ സവാളയാണ്. അപ്പോൾ അത് ഇടണം കേട്ടോ മസ്റ്റായിട്ടും. പിന്നെ ഒരു പച്ചമുളക്, കരിവേപ്പില, ഇത്രയിട്ട് വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്, അതായത് ഇങ്ങനെ വേറിട്ട് കിടക്കരുത്, അത്യാവശ്യം വേവണം. ഇതിപ്പോൾ ഒറ്റ വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. എപ്പോഴും ഈ പയറൊക്കെ വെള്ളത്തിലിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇതിപ്പം രാത്രി ഇങ്ങനെ സോക്ക് ചെയ്യുമ്പം ഈ പയറ് മുളയ്ക്കാനായിട്ട്, അതായത് അതിൽ നിന്ന് ചെടി വരാനായിട്ടാണെന്നുള്ളൊരു തോന്നലിൽ ഇത് അതായത് കുറേ അധികം വൈറ്റമിൻസും ഇതിലുള്ള ഏറ്റവും നല്ല ഇതെല്ലാം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ആധികാരികമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചായയിൽ മിക്കവാറും ഞാനിവിടെ ചെന്നൈയിൽ വന്നിട്ട് ഈ ശർക്കര ആട്ടിടണേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഇവിടെ ശർക്കര പൊടി കിട്ടും. ഇവിടെ വന്നിട്ടാണ് ഞാൻ കണ്ടത് ശർക്കരപ്പൊടി. നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ശർക്കര പൊടി ആയിട്ടിടുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട ആ രുചി, ഇപ്പം നമ്മൾ ശർക്കര ഇട്ട് ചായ കുടിക്കുന്നു അങ്ങനെയൊന്നും തോന്നില്ല. പഞ്ചസാരയുടെ സിമിലർ ടേസ്റ്റ് അല്ല, എന്നാലും ഇത്തിരി ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്കൊരു അരുചിയൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അത്ര ഹെൽത്തിയൊന്നുമല്ല എല്ലാ ദിവസവും മധുരം കഴിക്കുന്നത്. ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒഴിവാക്കാം. എനിക്കങ്ങനെ ചെറിയൊരു മധുരം മതി നമുക്ക് രണ്ടുപേർക്കും. അപ്പോൾ കുറച്ച് ശർക്കര ഇടും. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സവോള, ഒരു സവോളയല്ല, ചെറിയൊരു കഷ്ണം സവോള മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവോള ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി തന്നെയാട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ പച്ചമുളക് അതുകൊണ്ട് ഞാൻ അത്രയും കുറവിട്ടത്. മുളക് പൊടി ഇട്ട് വലിയ എരിവൊന്നും വേണ്ട, ഒരു നോർമൽ എരിവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെള്ളമാവാൻ തോന്നിയപ്പോൾ ഞാൻ ആ കുക്കർ തന്നെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, ചില ആളുകൾക്ക് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതായിരിക്കും പുട്ടിന് കഴിക്കാനാണെങ്കിലും ഇഷ്ടം. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ തിളപ്പിക്കുക. ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. ഇത് പുട്ടിന് കഴിക്കാൻ ബെസ്റ്റാണ്. ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം ഞാൻ കുറച്ച് പപ്പടം കൂടെ കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരിക്കുള്ളൂ. പപ്പടം പുട്ടിൻ്റെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ. പുട്ടും പപ്പടവും കടല, ചെറുപയർ, വൻപയർ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ ബ്രേക്ക്ഫാസ്റ്റ്? ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് കുറച്ച് നേരം ഇരുന്നെന്ന് പറഞ്ഞാൽ പാറുവിൻ്റെ കൂടെ ഒരു 10-15 മിനിറ്റ് ഇരുന്നു. അവളുടെ എന്താ പറയുക, കൂടെ ഇത്തിരി നേരം നമ്മൾ ഇരിക്കണം, അതല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പയർ കിട്ടിയായിരുന്നു, അച്ചിങ്ങാപ്പയർ. അപ്പോൾ അതൊന്ന് ഒടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തല്ല എടുക്കുക, ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചാട്ടോ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പയർ ചെന്നൈയിൽ കിട്ടാറേയില്ല കേട്ടോ. ഷൈചേട്ടൻ ഇന്ന് രാവിലെ ഒന്ന് ഒരാവശ്യത്തിന് പുറത്ത് പോയപ്പോഴേക്കും ഇവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വിൽക്കുമല്ലോ, ചേച്ചിമാരിയ്ക്കും രാവിലെ, അക്കമാർ. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് ആൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ. നമ്മുടെ നാട്ടിലാണ് കൂടുതൽ ഈ പയർ കിട്ടുക. ഇവിടെ കിട്ടണത് തന്നെ വേറൊരു ടൈപ്പ് പയറാണ്, കാരാമണി എന്നാട്ടോ ഇതിനെ തമിഴിൽ പറയണേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഷൈചേട്ടന് ചുമ്മാ ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ കിട്ടുന്ന പയർ വേറെ പൊളിപ്പനായിട്ടുള്ളൊരു പയർ കിട്ടും. അതും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ പൊളിപ്പൻ പയർ നാടൻ പയറല്ല, നല്ല വൈറ്റ് കളറിൽ ഉള്ളൊരു വലിയ പയറുള്ള കേട്ടോ. പക്ഷേ അതിങ്ങനെ ഞാൻ പൊളിച്ചെടുത്തിട്ട് ഫുൾ പൊളിപ്പനായിരിക്കും എടുത്തിട്ട് മെഴുക്കുവരട്ടി തോരനൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഇപ്പോൾ കാണില്ല. തണുപ്പുള്ള സമയത്തായിരുന്നു അതുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ മത്തങ്ങയും പരിപ്പും കൂടെ വെക്കാൻ പോവാണ്. അപ്പം പരിപ്പ് നന്നായിട്ട്, ഇത് എൻ്റെ കയ്യിൽ തുവരപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല, പീസ് പരിപ്പായിരുന്നു. അപ്പോൾ അത് പീസ് പരിപ്പ് തന്നെയാണോ പറയണമെന്നില്ല, കുറച്ച് വലിയ പരിപ്പുണ്ടല്ലോ അത്, അപ്പോൾ കടലപ്പരിപ്പല്ല. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച്, ഉപ്പൊന്നും ഇടാതെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ എന്താ നമ്മുടെ എരിവിന്. ഇനി കറിയിലേക്ക് കാര്യമായിട്ട് എരിവുള്ളതൊന്നും വരാനില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളകോ കാന്താരിയോ ചേർക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു ഒറ്റ വിസിൽ മതി. അപ്പോഴേക്കും ഈ മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റ വിസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പയർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വെള്ളമൊന്നും വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കഴുകിയപ്പോൾ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അതിൽ, ആ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പയറിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങും. ഈ നമുക്ക് അവിടെ നാട്ടിൽ കിട്ടുന്ന ഇങ്ങനത്തെ പയറിന് കാര്യമായിട്ട് വേവില്ലല്ലോ. പക്ഷേ നാടൻ പയർ നമ്മൾ വീട്ടിലുണ്ടാക്കണതിനൊക്കെ നല്ല വേവുണ്ട്, കുറച്ചും കൂടെ വേവുണ്ട്. അപ്പോൾ ഈ മത്തങ്ങയിലേക്കുള്ള തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ ഇട്ടേക്കും കേട്ടോ. തേങ്ങയും ജീരകവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ അത് കൂട്ടുന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഇവിടെ മത്തങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ പയർ ഇങ്ങനെ ഉലർത്തി എടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, എന്നാലും അത് കുറച്ച് നേരം കിടന്ന്, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മൂടി വെച്ച് വേവിച്ചു. ഇനി അത് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആ ചട്ടിയിൽ കിടന്ന് ഒന്ന് ഉലർന്ന് വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുമെന്ന്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒന്ന് ഉലർത്തിയെടുക്കണം. അടപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മതി. നല്ല ചെറിയ ആ ഒരു തീയൊന്നും വേണ്ട, ആ ഒരു കനലിൽ കിടന്നിട്ട് നല്ല ഉഗ്രനായിട്ട് കിട്ടും. തലയാലപ്പറമ്പിലാവുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വറ്റ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് രാവിലെ തന്നെ പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വറുക്കാനിട്ടു. ഇതിൽ ഞാൻ കൂടുതൽ കുരുമുളക് പൊടിയാട്ടോ ചേർത്തിരിക്കണേ. അപ്പോൾ അത് കാരണം ആ റെഡിഷ് കളറല്ല അങ്ങനെയുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊണ്ടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ചതച്ചാൽ മതി, ഒന്ന് പൊട്ടിയാൽ മാത്രം മതി. അത് ഇതിലേക്ക് മീൻ വറുത്തതിലേക്ക് ചേർത്താൽ, ഏത് മീനിലാണെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ആ മീനിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ വെളുത്തുള്ളി ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാട്ടോ. ആ മീനിൻ്റെ കൂടെ കഴിക്കാം, അതല്ലാതെ ചോറിൽ നമ്മൾ കൂട്ടി കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമുക്ക് പച്ച കഴിക്കുമ്പോൾ ഒരു അരുചി തോന്നുമല്ലോ, അങ്ങനെയില്ല. ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണേ. അപ്പോൾ മീൻ ഏകദേശം ആയിട്ടുണ്ട്. ഈ കുഞ്ഞ് പാത്രമായത് കാരണം ഇതുപോലെ മറിച്ചിടാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ചും കൂടെ വലുതാണ്, ഇത്തിരിയും കൂടെ ഒരു വാവട്ടം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ഈ ഒരു മീൻ വറുക്കാനുള്ള ഉദ്ദേശത്തിനൊന്നും അല്ല ഇത് വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ കലങ്ങി പോകുന്ന ടൈപ്പ് മത്തങ്ങയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പയ്യെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് 2-3 കഷ്ണങ്ങളൊക്കെ. നല്ല ടേസ്റ്റുള്ള മത്തങ്ങയായിരുന്നു. എന്തായാലും കറി നല്ല ടേസ്റ്റായിരുന്നു. ചില മത്തങ്ങയിട്ട് വയ്ക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് വരുമില്ല, പക്ഷേ ചിലതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ തേങ്ങ അരച്ച ആ കൂട്ടും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വന്നാൽ മതി. അപ്പോൾ പിന്നെ ഇനി താളിച്ചൊഴിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ ഗ്രേവി നമ്മളിതിൻ്റെ ചാറ് നോക്കുമ്പോൾ ഒരു പരിപ്പ് നന്നായിട്ടുണ്ടല്ലോ, അപ്പോൾ പരിപ്പ് അങ്ങ് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒന്ന് ആ തേങ്ങ ചേർത്ത ഉടനെ തന്നെ ഒന്ന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ താളിച്ചിടങ്ങാൻ പോവാണ്. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, നന്നായിട്ട് ഒരുപാടൊന്നും ഒഴിക്കണ്ട.
അത് കഴിഞ്ഞ് വറ്റൽമുളക് ഇടുന്നുണ്ട്. ഞാൻ ഈ വറ്റൽമുളക് ഇടുമ്പോൾ അതിൻ്റെ കുരു അങ്ങ് കളയും കേട്ടോ, അല്ലെങ്കിൽ കറിക്ക് ഭയങ്കര എരിവായി പോവും. ചില വറ്റൽമുളകിന് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ഞാൻ ആ കുരു അങ്ങോട്ട് രണ്ടാക്കിയിട്ട് കീറി കഴിയുമ്പോൾ അങ്ങോട്ട് കുടഞ്ഞ് കളയും. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. നമ്മൾ പരിപ്പിൻ്റെ കൂടെ വെളുത്തുള്ളി ഒന്നിട്ട് വേവിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്ന് വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് നമ്മൾ ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്ക് ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത്തിരി ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിക്കൊരു കളറിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു ഇത്തിരി കായപ്പൊടി. അപ്പോൾ കറിക്ക് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ദഹനത്തിന് നല്ലതാണല്ലോ കായം. അപ്പോൾ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഉടനെ മൂടി വെച്ച് നമ്മൾ ആ ഫ്ലേവർ അങ്ങോട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഊണ് വിളമ്പാൻ പോവാം കേട്ടോ. എനിക്കിതുപോലെ മീൻ വറുത്തത് ഇങ്ങനെ ഒറ്റ മീൻ ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി വാങ്ങിക്കില്ല. അതിലും ഇങ്ങനെ ഒറ്റ മീൻ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന അതാട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൈച്ചേൻ്റെ അടുത്ത് പറയും, ഷൈച്ചേട്ടൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് തരാനായിട്ട് അവരോട് പറയണമെന്ന്. അത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ തുണ്ടാക്കുന്നതായാലും. ഇതിപ്പോൾ ചെറിയ മീനായതുകൊണ്ട് അങ്ങനെ തന്നെ തരുള്ളൂ. അപ്പോൾ നമ്മുടെ ഊണൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ. നമ്മുടെ മത്തങ്ങ കറി ഉണ്ടോ, അത്യാവശ്യം കുറുകി ചാറ് നല്ല പാകമായിട്ടിരിപ്പുണ്ട്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴും നമ്മൾ ചൂടാക്കുമ്പോഴൊക്കെ വീണ്ടും കുറുകുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ദാ മീൻ വറുത്തത്, പയറ്, ചോറ്, പപ്പടം എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ ഒരു ചെറിയ പരിപാടി ചെയ്യാൻ പോവുകയാണേ. നമ്മുടെ ചാനലിൽ 1K ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് 14th മാർച്ച് 14 ആട്ടോ. മാർച്ച് 14 ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ SSLC എക്സാം എഴുതിയത് മാർച്ച് 14 കേട്ടോ. എക്സാം സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സ്വീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാട്ടോ. അപ്പോൾ കേക്ക് അങ്ങനെ ഒന്നും വേണ്ട, ഞാനൊരു കുഞ്ഞ് പായസം ഉണ്ടാക്കാമെന്ന് മനസ്സിലിങ്ങനെ കരുതി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മധുരമൊക്കെ ശരിക്കും ഒഴിവാക്കി അങ്ങനെ നിൽക്കുന്ന ഒരു സമയം കേട്ടോ. അധികം മധുരമൊന്നും കഴിക്കാതെ ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും 1000 സബ്സ്ക്രൈബേഴ്സ് ആയതും. നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും ഒക്കെ ഉള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, എൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പായസം ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ഈ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. സേമിയ പായസത്തിൻ്റെ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത ഷോർട്സ് ഈ പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ. സേമിയ പായസം ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം പാലൊഴിച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ മിസ്സായിപ്പോയ വീഡിയോ, ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഏലക്കയുടെ തൊണ്ട് ഞാൻ ചേർക്കാറില്ല, ഇതിൻ്റെ അരി മാത്രം നന്നായിട്ട് മിക്സിയിൽ ഒരു 3-4 ഏലക്കയുടെ നന്നായിട്ട് ശരിക്കും പൗഡർ ഫോമിൽ തന്നെ കിട്ടി, അതുകൊണ്ടാണ് ഇതിൽ കാണാതെ. അതും കൂടെ ചേർത്ത് പിന്നെ വറുത്ത സേമിയാണ് കിട്ടിയത്. അപ്പോൾ വറുത്ത സേമിയ ചേർത്ത് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും മൂടി വെച്ച് ഞാൻ വേവിക്കില്ല. എന്താണെന്ന് വെച്ചാൽ സേമിയ അങ്ങനെ വെന്ത് ഒരുമാതിരി പുഴു പോലെയാവും, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരില്ല. അതായത് ഇതുപോലെയല്ല, അങ്ങനെ വീർത്ത് വരില്ല. ഇതുപോലെ നല്ല നീളമായിട്ട് കിടക്കും, എന്നാൽ വെന്തിട്ടും ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഞാൻ സെർവിങ് ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പുതിയത് വാങ്ങിച്ചതാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ജയചന്ദ്രനിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ ഉടക്കിയ ഒരു സാധനമാണ്, അങ്ങനെ വാങ്ങിച്ചതാട്ടോ. ഒരു പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബൗള്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാനായിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കണേ.
നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഹാപ്പിനെസ് എനിക്കുണ്ട്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഓഗസ്റ്റിലാണ്, 2023 ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കാര്യമായിട്ട് വീഡിയോസൊന്നും ആ മന്തിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെപ്റ്റംബറിൽ ചെയ്തു, നവംബറിൽ കുറച്ച് 1-2 വീഡിയോസൊക്കെ ചെയ്തു. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ജാനുവരി പകുതിയോട് കൂടിയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി 3 വീഡിയോസ് പിന്നെ ഷോർട്സ് എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നല്ല എനിക്ക് എന്താ പറയുക, ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. അത് തോന്നൽ വരാൻ കാരണം നമ്മുടെ പഴയ വീഡിയോസിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കമൻസുകളും പിന്നെ നമ്മുടെ സജഷൻസൊക്കെ ചെറിയ ചെറിയ സജഷൻസും അങ്ങനെയൊക്കെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോഴും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയും നന്നായിട്ട് ചെയ്യാം, ഇനി ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഈ ജേർണിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാനിന്ന് പായസം ഉണ്ടാക്കിയത്. 14-ാം തീയതിയാണ് നമ്മുടെ ചാനൽ 1K ആയത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇന്നാണ് പായസം ഉണ്ടാക്കിയത്. ഇന്നിപ്പം 17-ആണ്, സൺഡേ ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു പായസം ഉണ്ടാക്കാം. എനിക്ക് തരാൻ പറ്റില്ല, എന്നാലും ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിന്ന് പായസം ഉണ്ടാക്കിയത്. ഞാൻ കാണിച്ചു. സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ മധുരം എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കായിട്ട് ഞാൻ ഇത് തരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ താങ്ക് യു പറയാണ്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതലും ഹോം മേക്കേഴ്സ് ആയിരിക്കുള്ളൂ നമ്മുടെ ചാനൽ കാണാൻ. അപ്പോൾ എനിക്ക് ഞാൻ ആ ഒരു ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും സജഷൻസൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്കും കൂടെ അത് ഹെൽപ്ഫുള്ളാവും. ഇപ്പം ഞാനൊരു കാര്യങ്ങൾ ഇപ്പം എനിക്കറിയാവുന്ന കുറേ ടിപ്സ് അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് രീതികൾ അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് വീഡിയോയിലൂടെ. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി കുറച്ചുകൂടെ എളുപ്പമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അറിയാവുന്ന ആൾക്കാർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എനിക്ക് മാത്രമല്ല കമൻറ്റ് വായിക്കുന്ന എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഹോം മേക്കർ എന്ന് പറയുമ്പം ജസ്റ്റ് കുക്കിംഗ് മാത്രമല്ലല്ലോ, നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യും. കിച്ചൺ ഓർഗനൈസ് ചെയ്യാറുണ്ട്, നമ്മുടെ വീടൊന്ന് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പിന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പ്ലാന്റ്സ് വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഇഷ്ടമൊക്കെ ഉണ്ട് പ്ലാന്റ്സിനോട്. അപ്പോൾ ഞാൻ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മളുടെ സെൽഫ് കെയർ ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെൽത്ത്, അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക കണക്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഷെയർ ചെയ്തിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറയണം. അപ്പോൾ എന്താ പറയുക, ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.